മീറ്റിംഗ് എന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ എൻ്റെ നയം എന്താണെന്നും എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും. തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ, എൻ്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ പ്രതികരണം. അതല്ലാത്ത പക്ഷം എൻ്റെ പ്രതികരണം നിങ്ങൾ അറിയും. പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയും അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ അമ്മ ഒരു അടിയന്തര അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം കൂടുകയും ഇത് ഇരയാക്കപ്പെട്ടത് ഞങ്ങളൊരു അംഗം കൂടി ആയ സ്ഥിതിക്ക് ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇതുവരെ ഞങ്ങളുടെ ഇരയാക്കപ്പെട്ട സഹോദരിയുടെ ഒപ്പമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാണ്. ഞങ്ങൾ ഇനിയും ഇരയാക്കപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകയും സഹോദരിയുമായ ഇരയുടെ ഒപ്പമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. വ്യക്തിപരമായും സംഘടനാപരമായും ഇരയാക്കപ്പെട്ട സഹോദരിയുടെ ഒപ്പമാണ് ഞങ്ങൾ എന്തും. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്. എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെഫ്കയിലും ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു എന്ന്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ ഇവിടെ വന്നിരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു പറഞ്ഞു. ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചിട്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. അതിന് സുബൈർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം, ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയില്ല തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കുന്നത് ഒരു 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബൈർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെ ഇരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി? ഞാൻ സുബൈറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ചാരണി അവരൊന്ന് അത് പിന്നെ ഈ ഫെഫ്ക അമ്മയൊന്നും പറഞ്ഞില്ലട്ടോ. അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഞാൻ സുബൈറിനോട് ചോദിച്ചു, ഇവർക്കെന്ത് കാര്യം ഇത് പറയാൻ? ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ? ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ, ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരുണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ 2017 പൃഥ്വിരാജ് പറഞ്ഞ ആ വാക്കുകൾ വെറും ഒരു മാസ് ഡയലോഗ് അടിക്കാനായിരുന്നില്ല. മലയാള സിനിമയിലെ ഒരു വലിയ വിഭാഗം നിശബ്ദത പാലിച്ചപ്പോൾ നീതിക്ക് വേണ്ടി പരസ്യമായിട്ട് നിലകൊള്ളാൻ അദ്ദേഹം കാണിച്ച ഒരു ആർജവമായിരുന്നു അത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഭാബാബ എന്ന് പറയുന്ന ഈ സിനിമയിലൂടെ ആ ഗൗരവത്തെ പരിഹസിക്കുമ്പോൾ അത് വെറും ഒരു തമാശയായി കാണാൻ മലയാളിക്ക് ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ വാക്കുകൾ ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. സിനിമയിലെ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് ആ ഡയലോഗുകൾ പറയിപ്പിക്കുമ്പോൾ ദിലീപ് ലക്ഷ്യമിട്ടത് പ്രേക്ഷകരുടെ കയ്യടിയായിരിക്കും. പക്ഷെ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഗൗരവമായിട്ടുള്ള കാര്യങ്ങളെ റേപ്പ് ജോക്കുകളാക്കി മാറ്റുന്നത് എത്രത്തോളം തരംതാണ പരിപാടിയാണെന്നാണ് സോഷ്യൽ മീഡിയ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. കുറ്റവിമുക്തനായെന്ന് പറയുമ്പോഴും ഇരയോടും നീതിക്ക് വേണ്ടി നിന്നവരോടും ഇപ്പോഴും ആ ക്രൂരമായിട്ടുള്ള മനോഭാവം ദിലീപ് വെച്ചു പുലർത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. വ്യക്തിവൈരാഗ്യം മാസല്ല. പൃഥ്വിരാജിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ സിനിമാ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ദിലീപിന്റെ അരക്ഷിതാവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയുടെ ആഗോള മുഖമായിട്ട് വളർന്നു കഴിഞ്ഞു. എന്നാൽ ദിലീപ് ഇപ്പോഴും 2017 ആ പഴയ പകയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ഈ സിനിമ തെളിയിക്കുന്നത്. ഒരു നടൻ എന്ന നിലയിൽ ജനപ്രിയൻ എന്ന പേര് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഇത്തരം നിലവാരമില്ലാത്ത പരിഹാസങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു. സിനിമയിലെ വെളുപ്പിക്കൽ തന്ത്രങ്ങൾ ഇനി കേരളത്തിൽ നടക്കില്ല. പൃഥ്വിരാജിനെ കളിയാക്കിയാൽ ആരാധകർ ചിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. അശ്വന്ത് കോക്കിനെ പോലുള്ള റിവ്യൂവർമാർ ഈ സിനിമയിലെ സ്ത്രീ വിരുദ്ധതയും പരിഹാസങ്ങളെയും തുറന്നു കാട്ടിയപ്പോൾ പൊതുസമൂഹം അത് ഏറ്റെടുത്തു. ഇതിനർത്ഥം താര ആരാധനയേക്കാൾ കൂടുതൽ നിലപാടുകൾക്ക് വില നൽകുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു കഴിഞ്ഞു എന്നാണ്. അന്ന് പൃഥ്വിരാജ് വെള്ള ഷർട്ടും ധരിച്ച് മാധ്യമ പ്രവർത്തകർക്കിടയിലൂടെ നടന്നു വരുമ്പോൾ ഗൗരവത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അന്ന് ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ പൃഥ്വിരാജ് നൽകിയ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഒരു തെളിവായിട്ടാണ് ഈ വാക്കുകൾ ഇന്നും അറിയപ്പെടുന്നത്. പൃഥ്വിരാജ് അന്ന് കാണിച്ച ആ ഗൗരവത്തെയും ആത്മവിശ്വാസത്തെയും സിനിമയിൽ വെറും ഷോ ആയിട്ടാണ് ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരു പശ്ചാത്തലത്തിലെ സിനിമയിലെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ദിലീപ് കേസ് പ്രതിയാകുന്നതിന് മുൻപ് മലയാള സിനിമ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നൊരു സംസാരവുമുണ്ട്. എന്നാലും ഈ സിനിമയിലെ രംഗങ്ങളിലൂടെ താൻ പഴയ പവർ സെന്ററിലെ പദവിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ജനപ്രിയ നായകൻ എന്ന പദവിയിൽ നിന്നിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ സംശയത്തിന്റെ നിഴലാകുന്നതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കേസ് ഇന്നും കേരളത്തിലെ സജീവ ചർച്ചയാണ്. കേവലം ഒരു നടന്റെ കേസ് എന്നതിലുപരി നമ്മുടെ നിയമവ്യവസ്ഥയും സാമൂഹിക കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ഒന്നായിരുന്നു ഈ ഒരു കേസ് മാറിയത്. അന്ന് അറസ്റ്റ് മുതൽ ജാമ്യം വരെയും വിചാരണ വേളയിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകളും എല്ലാം ഈ കേസിനെ ഒരു സിനിമാ കഥയേക്കാൾ സങ്കീർണമാക്കി. അന്ന് ആദ്യമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് ക്രിമിനൽ കേസിൽ അറസ്റ്റിലാകുന്നു എന്നൊരു വാർത്ത. ആ ഒരു ടൈമിൽ WCCയുടെ രൂപീകരണം, നടിമാർ ഒത്തുചേർന്ന ഒരു സംഘടന ഉണ്ടാകുന്നു. ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ശബ്ദമുയർത്താൻ കാരണമായി. അതിനുശേഷം കേസ് അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. മെമ്മറി കാർഡ് വിവാദവും ഇതിനെ ഒരു ഘടകമായിരുന്നു. അതായത് കോടതിയുടെ കസ്റ്റഡിയിലുള്ള തെളിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ഒരു പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചാനൽ ചർച്ചകളും വരെ ഉണ്ടായി. ഈ കേസ് കേരളീയ സമൂഹത്തെ രണ്ടായിട്ട് തരംതിരിച്ചു. ഒരു വിഭാഗം താരത്തെ പിന്തുണച്ചപ്പോൾ മറ്റൊരു വിഭാഗം അതിജീവിതയ്ക്കൊപ്പം നിന്നു. ഇത് വെറും ഒരു പിന്തുണയായിരുന്നില്ല, നമ്മുടെ അധികാര ബോധ്യങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു. എന്തായാലും ഒരാൾ എത്ര വലിയ നടനായാലും നിയമത്തിന് മുകളിലല്ല എന്നുള്ള ചിന്താഗതിയും ഇവിടെ ബലപ്പെട്ടു. പിന്നെ അതിനുശേഷമാണ് ഈ കേസിലൂടെ ഉണ്ടായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് സിനിമയിലെ തൊഴിൽ സാഹചര്യം പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അതായത് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. പിന്നീട് അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടു. കോടതിയുടെ വിധി എന്ത് തന്നെയായാലും ഈ കേസ് മലയാള സിനിമയും കേരള സമൂഹത്തെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. സുതാര്യത, സ്ത്രീ സുരക്ഷ, അധികാര ദുർവിനിയോഗം എന്നിവയെക്കുറിച്ച് നാം ഇന്ന് കൂടുതൽ ബോധവാന്മാരാണ്. നീതി നടപ്പിലാക്കപ്പെടുക എന്നത് മാത്രമല്ല, അത് വൈകരുത് എന്നതും പ്രധാനമാണ്. എന്തായാലും ഇതൊരു താരത്തെ പിന്തുണയ്ക്കാനോ മറ്റൊരാളെ ആക്രമിക്കാനോ ഉള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. നമ്മൾ ചിരി എന്ന് വിളിക്കുന്ന ചില കാര്യങ്ങൾ ആരുടെയോ ജീവിതത്തിൽ മുറിവുകളായിട്ട് മാറുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയർത്തിയത്. സിനിമ നമ്മളെ ചിരിപ്പിക്കണം, പക്ഷെ ചിരിയുടെ വില നീതിയാകരുത്. തമാശയുടെ പേരിൽ നിശബ്ദരാകേണ്ടി വരുന്നവർ നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് സിനിമയെ മാത്രമല്ല, നമ്മളെയുമാണ്. അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ മാനുഷികതയിൽ ഒരു നിലപാട് മാത്രം മതി. ഇതുപോലെയുള്ള ചിന്തിപ്പിക്കുന്ന വിഷയങ്ങൾ തുറന്നു പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബും ചെയ്യൂ. കാണുന്നത് മാത്രം മതിയല്ല, ചിന്തിക്കുന്നതും ഒരു ഉത്തരവാദിത്വമാണ് എന്ന് അവസാനമായി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. അടുത്ത അപ്ഡേറ്റുമായിട്ട് ഉടനെ കാണാം.